ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഞങ്ങൾ എങ്ങോട്ടാണെന്നല്ലേ? ഞങ്ങൾ മുത്തപ്പൻകാവ് അമ്പലത്തിൽ പോവാണ്. ഇന്ന് ഏട്ടൻ്റെയും നാത്തൂൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ കേരളത്തിലത്തെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ആണ്, കണ്ണൂർ NH66. പിന്നെ കണ്ണൻ ഫുൾ ടൈം ഉറക്കമായിരുന്നു. പിന്നെ ഇതാണ് നാത്തൂന്, ഇത് അമ്മ, ഇത് അച്ഛൻ. പിന്നെ നല്ല ഭംഗിയുള്ള വ്യൂ ആയിരുന്നു കേട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ട് എല്ലാം നല്ല ഫ്രഷ് ആയിരുന്നു എല്ലാവരും. പിന്നെ ഞാനും അമ്മ, അച്ഛൻ, അവളുടെ അനിയന്, പിന്നെ ഏട്ടൻ. അവൾ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു 3 മാസം ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്, എൻ്റെ കസിൻ തന്നെയാണ് അവൾ. പിന്നെ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദേവിയുടെ വിഗ്രഹം കണ്ടു. അത് സൂപ്പറായിട്ടുള്ളൊരു വിഗ്രഹമായിരുന്നു. അവിടെ ഇറങ്ങി അനിയൻ ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല ഒരു അമ്പലത്തിനോട് ടച്ച് ചെയ്തിട്ടുള്ളൊരു പുഴയാണ് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ സൂപ്പറായിരുന്നു ആ ഒരു വ്യൂ. പിന്നെ കണ്ണൻ ഫുൾ ടൈം ഉറക്കമായിരുന്നു. ഇതാട്ടോ മുത്തപ്പൻകാവ്. അവനെ രാവിലെ തന്നെ കുളിപ്പിച്ച് കയറ്റിയതുകൊണ്ട് ഫുൾ ടൈം ഉറക്കമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. അത് അവിടുത്തെ കുളമാണ്, സൂപ്പർ കുളമാണ്. പിന്നെ ഞാനും കണ്ണനും അവിടെ ഇറങ്ങി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അവനെ ഞങ്ങൾ മുണ്ടാട്ടോ ഉടുപ്പിച്ചത്. പക്ഷേ അവൻ്റെ മുണ്ട് ഇങ്ങനെ ഊരിച്ചാടി പോകുന്നതുകൊണ്ട് പിന്നെ അവനെ ഞങ്ങൾ ട്രൗസർ ഇടിപ്പിച്ചു. ഇത് നാത്തൂനും, ഞാൻ അവൾ എന്നൊക്കെയാണ് വിളിക്കുക, കസിനും കൂടെ ആയതുകൊണ്ട് ഇത് നാത്തൂനും, പിന്നെ അവളുടെ അനിയനും ഏട്ടനും കണ്ണനും കൂടെയാണ്. അവൻ പിന്നെ അവൻ്റെ പണി തുടങ്ങി ഫുൾ ടൈം കളിയിലായിരുന്നു. എല്ലാവരും അവനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അമ്പലം മൊത്തം അവൻ്റെ സൗണ്ടും കളിയായിരുന്നു പോരുന്ന വരെ. പിന്നെ ഇതൊരു നായയുടെ വിഗ്രഹമാണ്. കണ്ണന് അവൻ്റെ അമ്മച്ചൻ തൊടിയിച്ച് നോക്കുകയാണ്. അത് എന്തോ ഒരു ഐതിഹ്യമുണ്ട് അവിടെ, നായയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു ഇതുണ്ട് അവിടെ. അമ്പലത്തിൽ കുറേ നായ്ക്കളെ നമുക്ക് കാണാം കേട്ടോ. ഇതാണ് അമ്പലത്തിലെ പ്രസാദം, സൂപ്പറാണ്. മമ്പയറും തേങ്ങാക്കൊത്തുമാണ്. പിന്നെ കണ്ണൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അവൻ്റെ അമ്മച്ചൻ്റെ ഫോട്ടോസ് കുറച്ച്, ഞങ്ങളെല്ലാവരും കൂടി നിൽക്കുന്ന ഫോട്ടോസും കാര്യമൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കി. ഇത് നല്ല ഇഷ്ടമായിട്ട് എനിക്ക്. പക്ഷേ ഇത് നല്ല റേറ്റാണ്, 400 സംതിങ് ഉണ്ട്. പിന്നെ ഈ കുഞ്ഞി ഗണപതിനെ ഞാൻ എടുത്തത്, ഇതിന് 100 രൂപയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു മുത്തപ്പൻ്റെ ഒരു ഇതും കൂടെ ഞാൻ എടുത്തു, അതിന് 100 രൂപയേ ഉള്ളൂ കേട്ടോ. പിന്നെ കണ്ണൻ്റെ ദോശ മറന്ന് വെച്ചുകൊണ്ട് അവന് ഞങ്ങൾ ഫുഡൊക്കെ എടുത്തിരുന്നു. അത് ഞങ്ങൾ വണ്ടിയിൽ മറന്ന് വെച്ചുകൊണ്ട് പുറത്ത് പോയിട്ട് ഞങ്ങൾ ദോശയൊക്കെ കഴിച്ചു. പിന്നെ ഇത് തിരിച്ചു പോന്നപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങി. പിന്നെ അവൻ്റെ ഒരു തോക്ക് വണ്ടിയിലുണ്ടായിരുന്നു. പിന്നെ അതുള്ളതുകൊണ്ട് അവൻ കുറച്ച് നേരം അമ്മമ്മേൻ്റെയും അമ്മച്ചൻ്റെ അടുത്ത് അടങ്ങിയിരുന്നു. അല്ലെങ്കിൽ ഫുൾ ടൈം എൻ്റെ മടിയിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ അവന്. അല്ലെങ്കിൽ അവൻ്റെ മേമ വേണം. പിന്നെ അരിക്ക് പറഞ്ഞാൽ എൻ്റെ നാത്തൂന്, അവൾക്ക് കയ്യിന് പൊട്ടുള്ളതുകൊണ്ട് ഇതിട്ടിരുന്നു. അതുകൊണ്ട് അവൾക്കും എടുക്കാൻ വയ്യായിരുന്നു. അങ്ങനെ തോക്കുള്ളതുകൊണ്ട് അവൻ ഫുൾ കളിയിലായിരുന്നു. പിന്നെ രാത്രി ഞങ്ങൾ വീട്ടിലെത്തി ചെറിയൊരു കേക്കൊക്കെ മുറിച്ചു. ഇത് അച്ചമ്മയ്ക്ക് അവർ കേക്ക് കൊടുക്കുകയാണ്. പിന്നെ ഞങ്ങളൊരു ഗിഫ്റ്റ് വാങ്ങിയത് ആണ്, എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് വാങ്ങി അവൾക്ക് കൊടുത്തു, അവൾക്കും കൊടുത്തു. പിന്നെ ഏട്ടന് അവൾക്കൊരു താലിയിടാൻ ചെറിയൊരു മാല വാങ്ങിയിരുന്നു, അത് കൊടുത്തു. പിന്നെ ഇതൊക്കെ എൻ്റെ ചേച്ചിയുടെ മക്കളാണ്. ഇതെൻ്റെ മോനാണ്. ഇവിടെ വേറെ 2 കുട്ടികളും കൂടി ഉണ്ട്. ഫുൾ ടൈം അവർ നല്ല കളിയായിരുന്നു. എന്തായാലും നല്ലൊരു നൈറ്റും നല്ലൊരു ഡേയും ആയിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഒരു സെൽഫിയൊക്കെ എടുത്ത് പിരിഞ്ഞു.